വ്യക്തികൾക്കും അവരവരുടേതായിട്ടുള്ള നിലപാടുകളും അവരുടേതായിട്ടുള്ള അഭിപ്രായ സ്വാതന്ത്ര്യവും എല്ലാം ഉണ്ട്. ഇവിടെ പല ആളുകളും ഇപ്പോൾ BJP നേതാക്കൾ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ ബന്ധപ്പെട്ട് കന്യാസ്ത്രീകളെ പുറത്തിറക്കി ഞങ്ങളാണ് ജാമ്യം കൊടുത്തത് എന്നുള്ളൊരു അവകാശവാദം നടത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഈ അവകാശവാദം നടത്താൻ ശ്രമിക്കുന്നവരും അല്ലെങ്കിൽ ആ അവകാശവാദത്തെ അംഗീകരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരോടും എനിക്ക് ചോദിക്കാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. ഈ കന്യാസ്ത്രീകളെ അന്യായമായി ജയിലിൽ പാർപ്പിച്ചതിൻ്റെ ഉത്തരവാദിത്വവും ക്രെഡിറ്റും ആർക്കാ? അപ്പോൾ ജയിലിൽ പാർപ്പിച്ചതിൻ്റെ ഉത്തരവാദിത്വവും ക്രെഡിറ്റും BJPക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അവരുടെ സംഘപരിവാറിനും അവരുടെ സർക്കാരിനും ഈ ബജ്രംഗ് ദളിനും ഒക്കെ അവകാശപ്പെട്ടതാണ്. ഇവർ പറയും ചിലപ്പോൾ ബജ്രംഗ് ദളാണെന്ന് പറയും. പക്ഷേ ഇത് ബജ്രംഗ് ദളായാലും ശ്രീറാം സേനയായാലും ഹിന്ദു ഐക്യവേദി ആയാലും അല്ലെങ്കിൽ എന്താ പറയുക രാം സേനയായാലും അങ്ങനെ ഹനുമാൻ സേനയായാലും ഇങ്ങനെ ഈ പറയുന്ന പ്രസ്ഥാനങ്ങളെല്ലാം ഇതെല്ലാം ചേട്ടാനിയന്മാരാണ്. RSS എന്ന് പറയുന്ന ഒരച്ഛൻ്റെ പല മക്കളാണിതെല്ലാം. അപ്പോൾ ഇവർക്കെല്ലാം ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഫേസ് BJP ആണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഈ കന്യാസ്ത്രീകളെ ഇത്രയധികം ഹരാസ് ചെയ്തതിൻ്റെ അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങളൊക്കെ എത്രയധികം വിഷമത്തിലായതിൻ്റെ അല്ലെങ്കിൽ സഭയെ പോലും ഇത്തരത്തിൽ പ്രതിസന്ധിയിലാക്കിയതിൻ്റെ എല്ലാ ഉത്തരവാദം ആത്യന്തികമായിട്ട് ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഇതിൻ്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് RSSനും BJPക്ക് അവകാശപ്പെട്ടതാണ്. നമ്മളത് മാത്രം അന്വേഷിച്ചാൽ മതി. പിന്നെ ഇത് ഈ പറയുന്ന പോലെയാണ്. നമ്മൾ രാത്രിയിൽ വീടിന് തീയിട്ടേച്ചിട്ട് നാട്ടുകാരെല്ലാവരും കൂടി വീടിന് വെള്ളം കോരി ഒഴിക്കാൻ നേരത്ത് അവസാനത്തെ കപ്പ് വെള്ളം കോരി ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നിട്ട് വെള്ളം ഒഴിച്ചു. ഇപ്പം തീ അണഞ്ഞുല്ലോ. അപ്പോൾ ഇനി ഞാൻ വെള്ളം ഒഴിച്ചതുകൊണ്ടാണ് ഈ തീയിട്ടയാൾ തന്നെ രാത്രിയിൽ വീടിന് തീയിട്ടയാൾ തന്നെ എല്ലാവരും കൂടി തീയണയ്ക്കുന്ന സമയത്ത് ഇദ്ദേഹം വന്ന് വെള്ളം കോരി ഒഴിച്ചിട്ട് പറയുകയാണ് ഞാനും തീയണച്ചതിൻ്റെ ക്രെഡിറ്റ് എനിക്കാണെന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോൾ BJPയുടെ ആളുകൾ ഇതിൻ്റെ ക്രെഡിറ്റ് അവകാശപ്പെടുന്നത്.